ഒരു മാസം ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച ശേഷമാണ് രേണുസുതി ഷോ ഹിറ്റ് ചെയ്യുന്നത്. പുറത്തെത്തിയ ശേഷം ആൽബം ഷൂട്ടും ഉദ്ഘാടനങ്ങളും വിദേശയാത്രയുമായി രേണു തിരക്കിലുമാണ്. ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതോടെ പിന്നാലെ രേണു തന്റെ ആദ്യത്തെ വിദേശയാത്രയും നടത്തി. ദുബായിലേക്ക് ഒരു പ്രൊമോഷന്റെ ഭാഗമാണ് രേണുസുതി പോയത്. അടുത്തത് ബഹ്റിനിലേക്കാണ് രേണുസുതിയുടെ യാത്ര പോയിരിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കായി കൊല്ലത്തെത്തിയ രേണു കൊല്ലം സുധിയുടെ വീട്ടിൽ പോയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കൊല്ലം സുധീരെ അമ്മ രേണുവിനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതുമൊക്കെ ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. അല്പനേരം ആ വീട്ടിൽ ചെലവഴിച്ച രേണു കൊല്ലം സുധീരെ പഴയ ഫോട്ടോകളുള്ള ആൽബം കണ്ട് കണ്ണീരടിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് നാടകമാണെന്ന് വിമർശിച്ചു നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുമുണ്ട്. ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പ്രകടനം മാത്രമാണ് കൊല്ലം സുധീരെ മരണശേഷം രേണു ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതേസമയം കൊല്ലം സുധീരെ മരണശേഷം രേണുവിനെ കടിച്ചുകീറാൻ നടന്നവർക്കൊപ്പം നിന്നവർ ഇന്ന് ഈ ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ഇപ്പോൾ കെട്ടിപ്പിടിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിക്കുന്നവരുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെ: ചേർത്ത് നിർത്തേണ്ട സമയത്ത് അവളെ അവർ കടിച്ചു കീറാൻ നിന്നവർക്കൊപ്പമായിരുന്നു. അതിനെല്ലാം അതിജീവിച്ച് ഇന്നവൾ ഒരു സെലിബ്രിറ്റി ആയപ്പോൾ മരുമകളോടുള്ള ഭയങ്കര സ്നേഹം. രേണു സുധി കൊല്ലം സുധിയുടെ വീട്ടിൽ പോയ വീഡിയോ കണ്ടു. സുധി മരിച്ച ശേഷം ആദ്യമായിട്ടാണ് അവൾ ആ വീട്ടിൽ പോകുന്നത്. കയറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാനാകും ശരി. അവളൊരു പാവം പെണ്ണായതുകൊണ്ട് അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കൂടെ കയറി. എന്താ സ്നേഹം മരുമകളോട്! കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, പൊട്ടിക്കരയുന്നു, ചേർത്ത് പിടിക്കുന്നു, ഒരു ബഹളം തന്നെ. മകന്റെ ഭാര്യയെ അവർക്ക് അംഗീകരിക്കാൻ അവർ ബിഗ് ബോസിൽ താരമാകേണ്ടി വന്നു. അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാകേണ്ടി വന്നു. അവർക്ക് കൂടി സ്വാതന്ത്ര്യമുള്ള വീട്ടിലേക്ക് കയറാൻ. കടിച്ചു കീറാൻ ചുറ്റും കൂടി ചെന്നായ്ക്കളോട് ഒറ്റയ്ക്ക് അവൾ പോരാടിയപ്പോൾ അവർക്കൊപ്പം ആരുമുണ്ടായിരുന്നില്ല. ഇന്നവൾ അതെല്ലാം അതിജീവിച്ച് ഒരു വിജയിയായി തിരിച്ചെത്തുമ്പോൾ ആഘോഷമാക്കുവാൻ എല്ലാവരുമുണ്ട്. ഇതാണ് മനുഷ്യൻ. കയ്യിൽ കാശുണ്ടോ, നിങ്ങൾ ആരാണോ എന്താണെന്ന് പോലും നോക്കാതെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും. കാശില്ലാത്തവരെ പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല.